നമസ്കാരം. ഇസ്രയേലിന് നേരെ വീണ്ടും ഹൂതികളുടെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം. ഞായറാഴ്ച രാത്രിയിലാണ് ആക്രമണം ഉണ്ടായത്. എന്നാൽ മിസൈലുകൾ ഇസ്രയേൽ വ്യോമ പ്രതിരോധ സംവിധാനം വെടിവെച്ചിട്ടു. വ്യോമ പ്രതിരോധ സംവിധാനം ആക്രമണത്തെ തടഞ്ഞുവെന്ന് ഇസ്രയേൽ പ്രതിരോധ സേന അറിയിച്ചു. ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ഇസ്രയേൽ അറിയിച്ചു. ആക്രമണത്തെ തുടർന്ന് വെസ്റ്റ് ബാങ്കിന്റെ തെക്കൻ ഭാഗങ്ങളിൽ മുന്നറിയിപ്പ് സൈറണുകൾ മുഴങ്ങി. കഴിഞ്ഞ ഞായറാഴ്ചയും ഹൂതികൾ ഇസ്രയേലിനെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. ടെൽ-അവീവിനെ ലക്ഷ്യമിട്ടായിരുന്നു ഹൂതികളുടെ കഴിഞ്ഞ ആഴ്ചയിലെ ആക്രമണങ്ങൾ. ഇസ്രയേലിന് നേരെ ഹൂതികൾ ക്ലസ്റ്റർ ബോംബുകൾ പ്രയോഗിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതേസമയം ഗസയിലെ വെടിനിർത്തൽ കരാറിൽ അന്തിമ തീരുമാനമായിട്ടില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഇത് സംബന്ധിച്ച് ചർച്ചകൾ നടക്കുകയാണെന്നും നെതന്യാഹു പറഞ്ഞു. പ്രസിഡന്റ് ട്രംപുമായി ചേർന്നാണ് വെടിനിർത്തൽ ചർച്ചകൾ നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. വെടിനിർത്തൽ കരാർ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഹമാസിൽ നിന്നും ബന്ദികളെ മോചിപ്പിക്കണം, അവരുടെ ഭരണം അവസാനിപ്പിച്ച് ഗസയെ നിരായുധീകരിക്കുകയും ഗസയിലുള്ളവർക്കും ഇസ്രയേലികൾക്കും പുതിയൊരു ജീവിതം ഉണ്ടാവുകയും വേണമെന്ന് നെതന്യാഹു പറഞ്ഞു. അതേസമയം സവിശേഷമായ ഒന്ന് മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കാൻ പോകുന്നുവെന്ന സൂചന നൽകിയിരുന്നു ഡൊണാൾഡ് ട്രംപ്. എന്നാൽ ട്രംപ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വ്യക്തമല്ല. മിഡിൽ ഈസ്റ്റിനെ മഹത്വവൽക്കരിക്കുന്നതിനായി നമുക്ക് ഒരു അവസരമുണ്ട്. സവിശേഷമായ ഒന്നിനു വേണ്ടി എല്ലാവരും ഒരുമിക്കുകയാണ്. ഇതാദ്യമായാണ് ഇത്തരമൊന്ന്. നമുക്കെല്ലാവർക്കും ചേർന്ന് ഇത് പൂർത്തിയാക്കാമെന്നും ട്രംപ് പറഞ്ഞു. അതേസമയം എന്ത് പ്രഖ്യാപനമാണ് മിഡിൽ ഈസ്റ്റിനെ കുറിച്ച് ഉണ്ടാവുക എന്നത് സംബന്ധിച്ച് ഒരു സൂചനയും ട്രംപ് നൽകിയുമില്ല. ഗസയിലെ വെടിനിർത്തലിനെ സംബന്ധിച്ചാവും പ്രഖ്യാപനമെന്നാണ് അഭ്യൂഹം. വൈറ്റ് ഹൗസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ട്രംപിന്റെ പ്രതികരണമെന്നതും ശ്രദ്ധേയമാണ്. അതേസമയം ഗസ സിറ്റിയിലെ ആശുപത്രികളും ആരോഗ്യ ക്ലിനിക്കുകളും തകർച്ചയുടെ വക്കിലാണ്. 2 ആഴ്ചയോളമായി തുടരുന്ന ആക്രമണത്തിൽ 2 ക്ലിനിക്കുകൾ വ്യോമാക്രമണത്തിൽ നശിപ്പിക്കപ്പെട്ടിരുന്നു. 2 ആശുപത്രികൾക്ക് കേടുപാടുകൾ സംഭവിച്ച് പ്രവർത്തനരഹിതമായി. ബാക്കിയുള്ളവ മരുന്നുകൾ, ഉപകരണങ്ങൾ, ഭക്ഷണം, ഇന്ധനം എന്നിവയുടെ കുറവ് മൂലം കഷ്ടപ്പെടുന്നു. നിരവധി രോഗികളെയും ജീവനക്കാരെയും ആശുപത്രികളിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നു. ഇൻക്യുബേറ്ററിലുള്ള കുട്ടികളെയും അനങ്ങാൻ കഴിയാത്തത്ര രോഗമുള്ളവരെയും പരിചരിക്കാൻ ചില ഡോക്ടർമാരും നേഴ്സുമാരും മാത്രമാണ് ഇപ്പോൾ അവിടെയുള്ളത്. ഇസ്രയേലിലെ ആക്രമണം ശക്തമായതോടെ ഗസ സിറ്റിയിലെ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർബന്ധിതരായതായി സഹായ ഏജൻസിയായ ഡോക്ടേഴ്സ് വിതൗട്ട് ബോർഡേഴ്സ് വെള്ളിയാഴ്ച അറിയിച്ചിരുന്നു. ഇസ്രയേൽ ടാങ്കുകൾ തങ്ങളുടെ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്ന് 1/2 മൈലിൽ താഴെ ദൂരത്താണെന്നും വർദ്ധിച്ചു വരുന്ന ആക്രമണങ്ങൾ ജീവനക്കാർക്ക് അസ്വീകാര്യമായ അപകട സാധ്യത സൃഷ്ടിച്ചെന്നും MSF വ്യക്തമാക്കിയിരുന്നു. അതേസമയം നെതന്യാഹു ഗസയിലെ ഇസ്രയേലിലെ യുദ്ധത്തെ ന്യായീകരിച്ച് പ്രസംഗിക്കാൻ ഒരുങ്ങുമ്പോൾ ഐക്യരാഷ്ട്ര പൊതുസഭയിൽ നിന്ന് വിവിധ രാജ്യങ്ങളിലെ പ്രതിനിധികൾ നാടകമായി ഇറങ്ങിപ്പോയെങ്കിലും തനിക്ക് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തീർത്തിട്ട് തന്നെയായിരുന്നു നെതന്യാഹു അന്ന് വേദി വിട്ടത്. ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കാനുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ നീക്കത്തിന്റെ ഫലം ജൂതവംശത്തെ കൊല്ലുന്നതാണെന്നായിരുന്നു നെതന്യാഹു പറഞ്ഞത്. ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രതിനിധികളാണ് പ്രതിഷേധത്തിന് മുന്നിൽ നിന്നത്. പല രാജ്യങ്ങളുടെയും പ്രതിനിധികൾ ഇറങ്ങിപ്പോക്ക് നടത്തുന്നതിന് വേണ്ടി മാത്രമാണ് നെതന്യാഹു അഭിസംബോധന ചെയ്യുന്ന സമയത്ത് എത്തിയതെന്നും കരുതപ്പെടുന്നു. പാശ്ചാത്യ നേതാക്കളെ നെതന്യാഹു രൂക്ഷമായ ഭാഷയിലാണ് അന്ന് കടന്നാക്രമിച്ചത്. തിന്മയ്ക്ക് മുമ്പിൽ കീഴടങ്ങുന്നവർ ഇസ്രായേലിന് ബലിയർപ്പിക്കുകയാണെന്ന് പറഞ്ഞ നെതന്യാഹു നിങ്ങൾക്ക് ജിഹാദിന്റെ കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന മുന്നറിയിപ്പും നൽകി. പാശ്ചാത്യ നേതാക്കൾക്കുള്ള മറ്റൊരു സന്ദേശം ഇസ്രായേൽ ഒരു ഭീകരരാഷ്ട്രത്തെ ഞങ്ങളുടെ തൊണ്ടയിലേക്ക് തള്ളിയിടാൻ അനുവദിക്കില്ല എന്നതാണ്. ഇസ്രായേലിന്റെ രക്തം ആഗ്രഹിക്കുന്ന മാധ്യമങ്ങളെയും സെമിറ്റിക് വിരുദ്ധ ജനക്കൂട്ടത്തെ നേരിടാൻ നിങ്ങൾക്ക് ധൈര്യമില്ലായിരിക്കാം, എന്നാൽ ഇതുകൊണ്ടൊന്നും ആത്മഹത്യ ചെയ്യാൻ പോകുന്നില്ലെന്ന് നെതന്യാഹു തറപ്പിച്ചു പറഞ്ഞു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമറിനെയും മറ്റ് ലോക നേതാക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് രോഷാകുലനായി നെതന്യാഹു പറഞ്ഞത് നിങ്ങളുടെ അപമാനകരമായ തീരുമാനം ജൂതന്മാർക്ക് എല്ലായിടത്തും നിരപരാധികൾക്കും എതിരായ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നതായിരുന്നു.